നാടിനെ നടുക്കിയ ഒരു ഹണി ട്രാപ്പ് കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് 1.5 വർഷമായി. 1.5 വർഷത്തിന് ശേഷമാണ് ആ കൊലപാതകത്തെക്കുറിച്ച് പോലീസ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് എത്തി ആളുകൾക്ക് പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന ഒരു ഹേമചന്ദ്രൻ്റെ കഥയാണ്. 53-കാരനായ ഹേമചന്ദ്രൻ. 1.5 വർഷം മുമ്പാണ് ഹേമചന്ദ്രനെ കാണാതാകുന്നത്. കോഴിക്കോട് വന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന ഹേമചന്ദ്രൻ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഹേമചന്ദ്രൻ്റെ ബന്ധുക്കളൊക്കെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഹേമചന്ദ്രനെ കുറിച്ച് അന്വേഷിച്ചു. യാതൊരു തുമ്പും കിട്ടാതെ പെൻഡിങ് കേസായി മാറ്റിവെച്ചിരുന്ന സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണ കേസിൽ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഹേമചന്ദ്രൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കോഴിക്കോട് പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് നടന്നതൊക്കെ സിനിമാ കഥയെ വെല്ലുന്ന ത്രില്ലിംഗ് സ്റ്റോറി എക്സ്പീരിയൻസ്. ഹേമചന്ദ്രൻ ആരായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളായിരുന്നു. വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കും. അങ്ങനെ നടക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അയാൾക്ക് ധാരാളം പണമിടപാട് ഉണ്ടായിരുന്നു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രൻ മലപ്പുറം, കോഴിക്കോട് പ്രദേശങ്ങളിലായി അങ്ങനെ പണം പലിശയ്ക്ക് കൊടുക്കുന്നു. പണം പലരിൽ നിന്ന് കടം വാങ്ങി റോള് ചെയ്യുന്നു. അങ്ങനെ ബിസിനസ് എന്ന രീതിയിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയായിരുന്നു. ഇയാൾക്ക് മലപ്പുറം സ്വദേശിയായ നൗഷാദ് 5 ലക്ഷം രൂപ കടം നൽകിയിരുന്നു. അവിടെയാണ് കുരുക്ക് മുറുകുന്നത്. നൗഷാദ് പലതവണ ഹേമചന്ദ്രനെ വിളിച്ചു. എനിക്ക് തരാനുള്ള 5 ലക്ഷം രൂപ നിങ്ങൾ തന്നില്ലല്ലോ, ഇതുവരെ തരാത്തത് എന്താണ്? ഹേമചന്ദ്രൻ ഒഴിഞ്ഞുമാറി. പിന്നീട് നൗഷാദ് വിളിച്ചാൽ ഹേമചന്ദ്രൻ ഫോണ് എടുക്കാതെയായി. നൗഷാദിന് പകമൂത്തു. നൗഷാദ് ഇയാളെ സ്കെച്ച് ചെയ്തു. അവിടെയാണ് കഥയുടെ തുടക്കം. പക വീട്ടൽ ആരംഭിക്കുന്നു. നൗഷാദ് അവിടെ ഒരാളെ അവതരിപ്പിക്കുന്നുണ്ട്. സിനിമാ കഥയെ വെല്ലുന്ന കഥ എന്ന് ഞാൻ പറഞ്ഞത്, സംഭവ കഥ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നൗഷാദ് ആദ്യം പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുന്നു. തൻ്റെ വീട്ടിൽ ജോലിക്ക് ആളിനെ ആവശ്യമുണ്ട് എന്നായിരുന്നു ആ പരസ്യം. ആ പരസ്യം കണ്ടിട്ട് നിരവധി ആളുകൾ നൗഷാദിനെ ബന്ധപ്പെടുന്നു. അതിൽ ഒരു യുവതിയെ നൗഷാദ് സെലക്ട് ചെയ്യുന്നു. ആ യുവതിക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് വീട്ടുജോലിയല്ല, മറ്റ് ജോലികളല്ല, ഹേമചന്ദ്രനെ വിളിച്ച് വശീകരിച്ച് വശത്താക്കുക, പറയുന്ന ഇടത്ത് എത്തിക്കുക, നിങ്ങൾ ചോദിക്കുന്ന പണം തരും. ഇതായിരുന്നു ആ ദൗത്യം. ആ യുവതി ആ ദൗത്യം വളരെ മനോഹരമായി നിർവഹിച്ചു എന്ന് വേണം പറയാൻ. യുവതി ഹേമചന്ദ്രനെ വിളിച്ചു, ഹേമചന്ദ്രനുമായി ഇടപഴകി, ഹേമചന്ദ്രനുമായി സംസാരിച്ചു, വശീകരിച്ചു, എന്നിട്ട് വിളിച്ചു വരുത്തി. നൗഷാദ് പറഞ്ഞ ഇടത്ത് ഹേമചന്ദ്രനെ ആ യുവതി എത്തിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഹേമചന്ദ്രനെ നൗഷാദും അയാളുടെ സുഹൃത്തുക്കളായ ജ്യോതിഷും അജേഷും കൂടി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? മലപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക്. ആ വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ സ്ഥലത്തില്ല. ആ വീട് നൗഷാദിനെ നോക്കാൻ ഏൽപ്പിച്ച വീടായിരുന്നു. ആ വീട്ടിലേക്കാണ് നൗഷാദ് ഇയാളെ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് മർദ്ദനം, ക്രൂരമായ മർദ്ദനം. അതിനുശേഷം നൗഷാദും നൗഷാദിൻ്റെ കൂട്ടാളികളും ചേർന്ന് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തുന്നു. മൃതദേഹം വാഹനത്തിൻ്റെ ഡിക്കിയിലാക്കി നേരെ യാത്ര തിരിക്കുന്നു നീലഗിരിയിലേക്ക്. നീലഗിരിയിലെ കുന്നിൻ മടക്കുകളിൽ ഒരിടത്ത് ഹേമചന്ദ്രൻ്റെ മൃതദേഹം പ്രതികൾ മറവ് ചെയ്യുന്നു. ഒന്നും അറിയാത്ത മട്ടിൽ തിരികെ വരുന്നു. പ്രതികൾ എന്നിട്ട് ചെയ്തത് പിടിക്കപ്പെടരുതല്ലോ. ഹേമചന്ദ്രൻ്റെ ഫോണുമായി പ്രതികൾ മൈസൂർ അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ പ്രതികളുടെ ഫോണ് അതേസമയം വീട്ടിൽ ഉണ്ട് താനും. അവിടെയാണ് ദൃശ്യം സിനിമയെ വെല്ലുന്ന വേറൊരു ട്വിസ്റ്റ്. പ്രതികൾ പോലീസിന് പോലും പുതിയൊരു കഥാതന്തു അല്ലെങ്കിൽ തെളിവിൻ്റെ മറ്റൊരു രസച്ചരട് കിട്ടുന്നത് അവിടെയാണ്. രസച്ചരടെന്നൊക്കെ ഞാൻ പറയുന്നത് കൊലപാതകത്തെ വില കുറച്ച് കാണാൻ വേണ്ടിയല്ല, ഈ ആസൂത്രണത്തിൻ്റെ മികവ്. ഒരു കൊലയാളി എങ്ങനെയൊക്കെ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു, തെളിവുകൾ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാം, എങ്ങനെ ഇതിനെ ആസൂത്രണം ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഈ പ്രതികൾ അജേഷും അതുപോലെ ജ്യോതിഷും നൗഷാദും ഒക്കെ അവരവരുടെ മൊബൈൽ ഫോണുകൾ അവരവരുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ അവരവരുടെ താമസ സ്ഥലത്ത് തന്നെ സൂക്ഷിച്ചിട്ട് ഹേമചന്ദ്രൻ്റെ മൊബൈൽ ഫോണുമായാണ് ഇവർ മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്തിട്ട് മൈസൂരിൽ നിന്ന് ഹേമചന്ദ്രൻ്റെ മകളെ വിളിക്കുകയും ചെയ്തിരുന്നു. മകൾക്ക് അച്ഛൻ്റെ ശബ്ദത്തിൽ സംശയം. ആ സംശയമാണ് പോലീസിന് ഒരു പിടിവള്ളിയായത്. ഹേമചന്ദ്രന് എന്തോ സംഭവിച്ചിരിക്കുന്നു, അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടാകണം. ഹേമചന്ദ്രൻ ആരുടെയോ അണ്ടർ കസ്റ്റഡിയിലാണ്. ആരോ ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. കാണാതെ പോയതല്ല, ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ അപായം ഹേമചന്ദ്രന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസ് അന്നേ തന്നെ മനസ്സിലാക്കിയിരുന്നു. ആ സംശയം പോലീസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ മോഷ്ടാവിനെ പിടിച്ചപ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ച് ഹേമചന്ദ്രൻ്റെ മരണം പോലീസ് ഉറപ്പുവരുത്തിയത്.
ഹേമചന്ദ്രൻ മരിച്ചുവെന്ന്, ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞ ഉടനെ തന്നെ തമിഴ്നാട് പോലീസിന്റെ സഹായം കേരള പോലീസ് തേടി നേരെ നീലഗിരി കുന്നിൻ ചരിവുകളിലെത്തി. അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട്, ആ മണ്ണിൻ്റെ സ്വഭാവം കൊണ്ട് മൃതദേഹം അങ്ങനെ അഴുകിപ്പോയിരുന്നില്ല. തണുപ്പ് ഉള്ള കൂടിയ സ്ഥലമായതുകൊണ്ട് അഴുകിപ്പോയിരുന്നില്ല. മൃതദേഹം അവിടെ നിന്ന് എടുത്ത് ഊട്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. കൊലപാതകമാണെന്ന് തിരിച്ച് ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇനി DNA പരിശോധന നടക്കണം, ഉറപ്പിക്കണം. ഹേമചന്ദ്രൻ്റെ ബോഡിയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം ബന്ധുക്കൾക്ക് കൈമാറുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ യുവതി ഇപ്പോഴും മിസ്സിംഗ് ആണ്. യുവതിക്ക് എന്ത് സംഭവിച്ചു അറിയില്ല. ഹണി ട്രാപ്പിൽ കുടുക്കിയത് യുവതിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് 2 പ്രതികളെ, ജ്യോതിഷും അജേഷും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. നൌഷാദ് 2 മാസങ്ങൾക്ക് മുമ്പേ സൗദി അറേബ്യയിലേക്ക് പോയിരുന്നു, മറ്റൊരു ജോലി ആവശ്യം. അയാൾക്കറിയാം അയാൾ ഒരിക്കലും പിടിക്കപ്പെടില്ല. കാരണം മൃതദേഹം നീലഗിരിയിൽ സംസ്കരിച്ചു കഴിഞ്ഞു. മൊബൈൽ ഫോൺ മൈസൂരിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഹേമചന്ദ്രൻ്റെ മൊബൈൽ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനൊക്കെ കൃത്യമായി അവരവരുടെ വീടുകളിൽ തന്നെയുണ്ട്. ഇവരൊന്നും ഒരിടത്തേക്കും പോയിട്ടില്ല, കൃത്യമായി അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് പോലീസ് കരുതിക്കൊള്ളുകയും ചെയ്യും. അങ്ങനെ നൌഷാദ് ബുദ്ധിമാനായ കൊലയാളിയായി. നൌഷാദിൻ്റെ പ്ലാനിംഗ് ഒക്കെ വിചാരിച്ചതുപോലെ നടന്നു. എന്താണ്, ഒരു ജോലിക്കാരിയെ നിയമിക്കുന്നത് പോലെ ഒരു ജോലിക്കാരിയെ നിയമിച്ചു. അവരുമായിട്ടും ഇയാൾക്ക് മറ്റ് കണക്ഷനൊന്നുമില്ല. അവർ ഫോൺ ചെയ്തു. അവരാണ് ഹേമചന്ദ്രൻ്റെ ഫോൺ ചെയ്യുന്നത്, നൌഷാദല്ല. ഫോൺ ചെയ്ത് കൊണ്ടുവന്നത് അവരാണ്, ആ സ്ത്രീയാണ്. നൌഷാദുമായി ബന്ധമില്ല. നൌഷാദ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നു, കൊലപ്പെടുത്തുന്നു, നീലഗിരി കുന്നുകളിൽ മറവ് ചെയ്യുന്നു. അതിനുശേഷം നൌഷാദ് കൈകഴുകി 2 മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലേക്ക് മുങ്ങുകയും ചെയ്തു. ഇതാണ് ഹേമചന്ദ്രൻ കൊലക്കേസിൻ്റെ പ്ലോട്ട്. സിനിമകൾ പോലും ഞെട്ടിത്തരിക്കുന്ന, സിനിമാ കഥാകൃത്തുക്കൾ പോലും ഞെട്ടിത്തരിക്കുന്ന ഭാവനയും അതിൻ്റെ എക്സിക്യൂഷനും അതിൻ്റെ നടപ്പിലാക്കലും കൃത്യമായി നൌഷാദ് ചെയ്തു വച്ചിരിക്കുന്നു. കേരള പോലീസിനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ ആ തുമ്പിൽ പിടിച്ചു കയറി സത്യം തെളിയിക്കാൻ കേരള പോലീസിലെ മികവുറ്റ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ധാരാളമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഹേമചന്ദ്രൻ കൊലക്കേസ്.